എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ലൈവിൽ വരാനുള്ള കാരണം ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ എന്ന് അഭിമാനിക്കുന്ന, എന്ന് വിളിച്ചു പറയുന്ന ആളുകളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റ് സെക്കുലർ വാർത്താ മാധ്യമങ്ങളിലും ടെലിവിഷൻ ഉൾപ്പെടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു ലൈവ് വരണമെന്ന ആഗ്രഹം, അല്ലെങ്കിൽ ഈ ലൈവിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ടത്. കഴിഞ്ഞ ദിവസം 1700 വർഷത്തെ പാരമ്പര്യമുള്ള നിഖ്യ സുന്നഹദോസ് കൂടിയ സ്ഥലത്ത് ലോകത്തിലെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ്, ഓർത്തഡോക്സ് സഭകളുടെ മെത്രാപ്പോലിത്തമാർ, നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുകയും അത് ആരാധനകളിൽ ഏറ്റുപറയുകയും ചെയ്യുന്ന മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ബിഷപ്പുമാർ നിഖ്യ സുന്നഹദോസ് 1700 വർഷങ്ങൾക്ക് മുൻപേ AD 325 കൂടിയ അതേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി വീണ്ടും ആ ഓർമ്മ ഒന്നുകൂടെ പുതുക്കി നിഖ്യാവിശ്വാസ പ്രമാണം എല്ലാ ക്രൈസ്തവ സഭാ നേതാക്കന്മാരും ലോകത്തിലുള്ള നിഖ്യാവിശ്വാസ പ്രമാണം അംഗീകരിക്കുന്ന ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ മാത്രം ഒരുമിച്ച് കൂടി തുർക്കിയിലുള്ള ആ പുരാതനമായ സ്ഥലത്ത് അവരത് ഏറ്റുപറയുന്ന കാഴ്ച വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കത്തോലിക്ക സഭ ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്മാർ അതിൽ പങ്കെടുത്തു. അതിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലുള്ളവരും പങ്കെടുത്തു. അതായത് നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റുപറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളിലുള്ള സഭാ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. ഞാൻ എൻ്റെ ഇന്നത്തെ ലൈവിന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ആദ്യം നിഖ്യാവിശ്വാസ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞത്, സത്യസഭ, ആ സത്യസഭയ്ക്ക് പൊതുവായ ഒരു വിശ്വാസ പ്രഖ്യാപനം, പ്രമാണമുണ്ട്. അതാണ് നിഖ്യാവിശ്വാസ പ്രമാണം. ഇത് ഏറ്റ് പറയുന്നവർക്ക് ഇതിൻ്റെ അർത്ഥമോ നിഖ്യാവിശ്വാസ പ്രമാണം എങ്ങനെയാണ് ഉണ്ടായതെന്ന ചരിത്രമോ നിഖ്യാവിശ്വാസ പ്രമാണത്തിലെ ഓരോ പദങ്ങളുടെ വിശദീകരിച്ച അർത്ഥമോ അറിയണമെന്നില്ല. അതൊരു വലിയ പോരായ്മയാണ്. അതാത് സഭകളിലുള്ള അധ്യക്ഷന്മാർ, പട്ടക്കാർ, അച്ഛന്മാർ, ബിഷപ്പുമാർ ഇതൊക്കെ വിശദീകരിച്ച് കൊടുക്കേണ്ടവരാണ്. അതാണ് അവരുടെ മേലുള്ള ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. എന്നാൽ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, ഞാൻ ആരെയും പ്രസാദിപ്പിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു വീഡിയോ അല്ലിത്. ഒരു സഭാവിഭാഗത്തെയും പ്രസാദിപ്പിക്കാനോ അവരെ ഉയർത്തി കാണിക്കാനോ ഞാൻ എൻ്റെ വീഡിയോകളിൽ അധികം ശ്രമിക്കാറില്ല. ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ
ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ചില സഭാവിഭാഗങ്ങളെ ഉയർത്തുകയും ചില സഭാവിഭാഗങ്ങളെ താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നതായി തീർച്ചയായിട്ടും തോന്നും. ഞാനിത് പറഞ്ഞത് സത്യസഭ നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റുപറയുന്ന സഭയാണ്. നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റുപറയാത്ത സഭകളൊന്നും ഈ പറയുന്ന ചരിത്രപരമായ സഭയുമായി, അപ്പോസ്തോലിക സഭയുമായി, ഹിസ്റ്റോറിക്കൽ ചർച്ചസുമായി ഒരു ബന്ധവും അവർക്കില്ല. കൈവപ്പ് അല്ലെങ്കിൽ അപ്പോസ്തോലിക് സക്സഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തോലിക് സക്സഷൻ ശരിയായുള്ള സഭകൾ വളരെ കുറച്ച് സഭകളേ ഉള്ളൂ. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ പല സഭകൾക്കും അപ്പോസ്തോലിക സക്സഷൻ ഇല്ല. ലോകത്തിൽ അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ള സഭകൾ എന്ന് പറയുന്നത് കത്തോലിക്ക സഭ, പിന്നെ ഓർത്തഡോക്സ് സഭകൾ, പിന്നെ ആംഗ്ലിക്കൻ സഭ, അതുപോലെ പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ ബന്ധം ലൂതറൻ സഭയ്ക്കുണ്ടെന്ന് പറയാം. പിന്നെ മാർത്തോമാ സഭ, ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ CSI, CNI, ഇതൊക്കെ ആംഗ്ലിക്കൻ സഭകളാണ്. അവയ്ക്കൊക്കെ ഈ അപ്പോസ്തോലിക് സക്സഷനിൽ വിശ്വസിക്കുകയും അതുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോസ്തോലിക് സക്സഷൻ ഉണ്ട് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് പുരാതന സഭകളാണ് കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ് സഭകൾ. പുരാതന സഭകൾ, അവിടെ നിന്ന് വന്നിട്ടുള്ള മറ്റ് സഭകൾക്ക് അപ്പോസ്തോലിക് സക്സഷൻ ഉണ്ട്. അതായത് ആ സഭയിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ടുള്ള സഭകളുടെ കാര്യമാണ്. ഈ കാത്തലിക് ചർച്ചിൽ നിന്നും ഓർത്തഡോക്സ് സഭകളിൽ നിന്നും പിരിഞ്ഞു വന്നിട്ടുള്ള സഭകൾക്ക് അപ്പോസ്തോലിക് സക്സഷൻ ഉണ്ട്. എന്നാൽ ഈ അപ്പോസ്തോലിക് സക്സഷൻ ഇല്ലാത്ത സഭകളും നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ചരിത്രം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അതിൻ്റെ ഓരോ വരികളുടെ അർത്ഥമൊന്നും ഈ ചൊല്ലുന്നവർക്കറിയില്ല. അറിയാത്തതിൻ്റെ കാരണം അതിൻ്റെ കുറ്റക്കാരെന്ന് പറയുന്നത് അത് പഠിപ്പിക്കേണ്ടവരത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് പഠിപ്പിക്കേണ്ടവർ അത് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരവരുടെ ജോലി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് അച്ഛന്മാരാണെങ്കിലും ബിഷപ്പുമാരാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ ചൊല്ലിവിടുക, ഇതൊന്നുമല്ല. ആദ്യമേ അത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് ഈ അച്ഛന്മാരും ബിഷപ്പുമാരും. അവരത് ചെയ്യുന്നില്ല. 1700 വർഷങ്ങളുടെ പഴക്കമുള്ള നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ആഘോഷം തുർക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞു. ലോക സഭാ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. എന്നാൽ ഈ നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റുപറയുന്ന സഭകൾ സത്യസഭകളല്ല എന്ന് കേരളത്തിൽ ഈ നവീകരണക്കാര് വലിയ വാദങ്ങൾ ഉന്നയിച്ചു. ഞാൻ എല്ലാ സഭാ വിഭാഗങ്ങളിലും പെട്ട ആളുകളുമായി ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പല അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ നിൽക്കുന്ന സഭയെക്കുറിച്ചല്ലാതെ മറ്റൊരു സഭയെക്കുറിച്ചും അവർക്ക് അറിയത്തില്ല. വളരെ സംശയത്തോട് ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ചോദിക്കുന്നതാണ്. കാരണം ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. അവർക്ക് മറ്റ് സഭാ വിഭാഗങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. അതിൻ്റെ ബേസിക് ഐഡിയാസ് പോലും ഇല്ല. അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് പഠിക്കാൻ ഇന്നൊരു പ്രയാസവുമില്ല. എല്ലാ സെമിനാരികളിലൊക്കെ തിയോളജിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വിവിധ സഭാ വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. പക്ഷെ അവരത്ര ഇൻട്രസ്റ്റഡ് അല്ല. അവരുൾപ്പെട്ട് നിൽക്കുന്ന സഭയാണ് വലിയ സഭയെന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് നടക്കും. അത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയുടെ ഒരു പ്രശ്നമാണ്. വിശാലമായി കിടക്കുന്ന ഈ സഭകളും ലോകവും വേൾഡ് വ്യൂ ഒന്നും മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാനൊരു കാര്യത്തിലേക്ക് പറഞ്ഞു വരികയാണ്. എൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടു കാണും. ആ ടൈറ്റിൽ കണ്ടാലും എനിക്ക് തോന്നുന്നില്ല എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ടവർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ എന്താണെന്ന് അവർക്ക് ആർക്കും, ഇത് കാണുന്നവർക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. എന്നാൽ ഇതിൻ്റെ സത്യത്തിലേക്ക് ഞാൻ വരാം. അതൊരു പുസ്തകത്തിൻ്റെ പേരാണ്. ഈ കേരളത്തിൽ
ഈ ബ്രദറൻ സഭയാണ് ആദ്യമായിട്ട് ഈ മാർത്തോമാ സഭയിൽ നിന്ന് വിഭജിച്ചുണ്ടായത്. മലങ്കര വിയോജിത പ്രസ്ഥാനം എന്ന് പറയും. മഹാകവി KV സൈമൺ എന്ന് പറയുന്ന ഇടയാറമ്പുഴയിലുള്ള അദ്ദേഹമാണ് ഈ വേർപാട് സമൂഹത്തെ ഉണ്ടാക്കിയത്. മാർത്തോമാ സഭയിൽ നിന്ന് പോയിട്ടാണ് അദ്ദേഹം ആ സഭയുണ്ടാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ സഭയാണ് ഈ പെന്തക്കോസ്ത് സഭ. ഈ കുമ്പനാട് ആസ്ഥാനമായി മുളക്കഴ, കുമ്പനാട്, പുനലൂര്, തിരുവല്ല, അങ്ങനെ ഒരുപാട് സഭകൾ, പ്രധാനപ്പെട്ട സഭ കേന്ദ്രങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഈ പെന്തക്കോസ്ത് സഭകൾ മറ്റ് സഭാവിഭാഗങ്ങളുള്ള ആളുകളെ കൂട്ടമായിട്ട് അവരുടെ കൂട്ടത്തിലോട്ട് ചേർത്തു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും മാർത്തോമാ സഭയിൽ നിന്ന് CSI സഭയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തിലേക്ക് പോയത് മാർത്തോമാ സഭയിൽ നിന്ന്. ഈ മാർത്തോമാ സഭയിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കുമ്പനാട്ടുള്ള ഈ വലിയ മനുഷ്യൻ, അല്ലെ മുളക്കഴയിലുള്ള ഈ പാസ്റ്റർമാരും ഈ പാസ്റ്റർ K. എബ്രഹാമും ഒക്കെ യൂസ് ചെയ്ത മാധ്യമങ്ങളെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ലിറ്ററേച്ചറിനെ അവർ നന്നായിട്ട് ഉപയോഗിച്ചു, പ്രസംഗം ഉപയോഗിച്ചു, ഖണ്ഡന പ്രസംഗങ്ങൾ ഉപയോഗിച്ചു, വീട് കയറിയുള്ള സുവിശേഷീകരണം. അപ്പോൾ കുമ്പനാട്ട് മാർത്തോമാ പള്ളിയിൽ ചെന്നിട്ട് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ IPC പെന്തക്കോസ്തിലേക്ക് പോയിട്ടുള്ളവരുടെ കണക്കെടുക്കാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ഒന്നാമത് ഇതിനാരാണ് ഉത്തരവാദികൾ? ഇപ്പം ഞാൻ പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ പേരാണ് മർമ്മം മഹദിയാം ബാബിലോൺ. ഈ പാസ്റ്റർ K. എബ്രഹാം എഴുതിയൊരു പുസ്തകമാണ്. പാസ്റ്റർ K. എബ്രഹാം എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ച് ബുദ്ധി ഉപയോഗിക്കാത്ത ഒരുപാട് പേര് മാർത്തോമാ സഭ വിട്ട്, CSI വിട്ട്, യാക്കോബായ വിട്ട്, ഓർത്തഡോക്സ് സഭ വിട്ട്, കത്തോലിക്ക, ആ പുസ്തകം ശരിക്കും കത്തോലിക്ക സഭയ്ക്ക് എതിരെ എഴുതിയൊരു പുസ്തകമാണ്. ഒരുപാട് പേര് സഭ വിട്ടുപോയി. ആ കാലത്ത്, ഈ പുസ്തകം ഇറങ്ങിയ കാലത്ത് ഈ ആൾക്കാരെല്ലാം ഈ സഭ വിട്ടുപോവുക. മാർത്തോമാ സഭ വിട്ടുപോയി. കുമ്പനാട്ടൊക്കെ ചെന്ന് ഇഷ്ടം പോലെ. കുമ്പനാട്ട് ഈ പെന്തക്കോസ്ത് ഉണ്ടായത് തന്നെ എങ്ങനെയാണ്? ഈ മാർത്തോമായിൽ നിന്ന് മൊത്തത്തിനെ കൊണ്ട് പോയതാണ്. ഈ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അച്ഛന്മാരൊന്നും ഉറങ്ങുമായിരുന്നു. ഈ എന്നെ കാണുന്ന അച്ഛന്മാർ ശ്രദ്ധിക്കുക, എന്നോട് പിണങ്ങരുത്. ഈ അച്ഛന്മാരുടെ ഉത്തരവാദിത്വം പാസ്റ്ററൽ കെയറാണ്. പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ്. BDക്കും MTHനും എല്ലാം പഠിക്കുന്നൊരു സബ്ജക്റ്റാണ്. പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. ഈ അടിച്ചുകൊണ്ട് പോകുമ്പോൾ, സ്വന്തം വീട്ടിൽ നിന്ന് മക്കളെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ നിർവികാരികളായി നോക്കി നിന്ന കുറേ മാർത്തോമായിലെ അച്ഛന്മാർ. ഈ മാർത്തോമാ സഭയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കാരണം ഈ കുമ്പനാട്ട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന IPCയുടെ ഫൗണ്ടർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം. എപ്പിസ്കോപ്പൽ സഭകളെ ചീത്ത വിളിക്കുന്ന പുസ്തകം. എപ്പിസ്കോപ്പൽ സഭകളൊന്നും സത്യസഭകളല്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലാത്ത സഭകളൊന്നും സത്യസഭകളല്ല. നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലാത്ത സഭകളൊന്നും സത്യസഭകളല്ല. അത് ഏത് പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭയാണെങ്കിലും ശരി. ഇപ്പം ഈ സെറാംപൂർ വന്നേ പിന്നെ പെന്തക്കോസ്തുകാരെല്ലാം കൂടെ സെറാംപൂറിൻ്റെ അകത്ത് ചാടിക്കയറി. സെറാംപൂറുകാർ അവരെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ അഫിലിയേഷൻ കൂടുതൽ കൂട്ടണം. അപ്പോൾ ഈ പെന്തക്കോസ്തുകാരെല്ലാം അതിൻ്റെ അകത്ത് കൂട്ടി. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പം ഇച്ചിരി ബന്ധമൊക്കെ. അപ്പോൾ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലാത്ത സഭകളൊന്നും സത്യസഭകളല്ല. അവരാണ് വ്യാജസഭ. പക്ഷേ എപ്പിസ്കോപ്പൽ സഭകൾ മുഴുവനും വ്യാജസഭകളാണെന്ന് പരത്തിക്കൊണ്ട് കുമ്പനാട്ടും മുളക്കഴയിലും ഈ പുനലൂരും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്തുകാർ ഇവിടെയുള്ള ആൾക്കാരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ നോക്കി നിൽക്കുന്ന കുറേ അച്ഛന്മാർ, മാർത്തോമായിലെയും CSIയിലെയും യാക്കോബയിലെയും ഓർത്തഡോക്സിലെയും കത്തോലിക്കിലെ അച്ഛന്മാർ, നിങ്ങളിതിന് ഉത്തരവാദികളാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്ക് കൈ കഴുകാൻ പറ്റുകയില്ല. ഇതിൻ്റെ അടി വന്ന് കമൻ്റൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ നല്ല മറുപടി തരും. കാരണം നിങ്ങൾ ഒന്നും എൻ്റേതൊന്നും അല്ല, എനിക്കിതൊന്നും യാതൊരു ബാധകമല്ല. ഇവാഞ്ചലിക്കലെ എന്നൊന്നും ഇഷ്ടം പോലെ ആൾക്കാരെ പെന്തക്കോസ്തുകാർ കൊണ്ടുപോയിട്ടുണ്ട്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കെന്ന്, അതും കേട്ടോ, സെൻറ് തോമസ് ഇവാഞ്ചലിക്കെന്ന് വരെ അടിച്ചുകൊണ്ട് പോയി. ഇവാഞ്ചലിക്കൽ സഭയാണ്. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭ ശരിയല്ല എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ പെന്തക്കോസ്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരെ കൊണ്ടുപോയി. അവിടെ അച്ഛന്മാർ നോക്കി നിന്നു. കാരണം ഈ ഉത്തരം പറയാൻ അറിയാൻ വയ്യ, തിയോളജിക്കലി ആൻസർ പറയാൻ അറിയാൻ വയ്യ,
തിയോളജി പഠിച്ചിട്ടുണ്ട്, BD ഉണ്ട്, MTH ഉണ്ട്, DTH ഉണ്ട്, പോസ്റ്റ് ഡോക്ടറലുണ്ട്, പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ഡോക്ടറേറ്റ് ഉണ്ട്, അബർഡീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ഉള്ള അച്ഛന്മാരെല്ലാം ഉണ്ട് ഈ മാർത്തോമയിലും CSIയിലും എല്ലാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വായും പൊളിച്ച് നോക്കി നിന്നതല്ലാതെ പെന്തിക്കോസുകാരെല്ലാവരെയും അടിച്ചുകൊണ്ട് പോയി. സ്നാനത്തെക്കുറിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല, പൗരോഹിത്യത്തെക്കുറിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് കുപ്പായം മാത്രമുള്ള സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച്, പെന്തിക്കോസുകാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന അവർ വരെ ശരിയല്ലെന്ന് പറഞ്ഞ് ഇവരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഈ പാസ്റ്റർ K. എബ്രഹാം എഴുതിയൊരു പുസ്തകം ഇപ്പം കുമ്പനാട്ട് ഇത് നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ഈ പെന്തിക്കോസുകാർ തമ്മിൽ അടിയാണ്, കൂട്ടയടിയാണ്. മാധ്യമങ്ങൾ മുഴുവൻ, കണ്ട ചാനലുകൾ മുഴുവൻ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇവരുടെ തുടക്കകാലം മുതലേ ഇവർ തരികിടയും തട്ടിപ്പും വെട്ടിപ്പും പിന്നെ പറയാൻ കൊള്ളാത്ത സകല വൃത്തികേടുകളും കാണിച്ച ഒരു സമൂഹമാണ് ഈ പെന്തിക്കോസ്, കുമ്പനാട്ട്, മുളക്കഴ, പുനലൂര് എല്ലാ ഗ്രൂപ്പും. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ഇതിനൊരു കൃത്യമായ ഉത്തരം ദൈവശാസ്ത്രപരമായി ഇപ്പം സ്നാനം തെറ്റാണ്, നിങ്ങളെല്ലാവരും മുങ്ങി സ്നാനപ്പെടണം, മുങ്ങി സ്നാനപ്പെട്ടാലേ ശരിയാകും എന്ന് പറയുമ്പോൾ ഈ അച്ഛന്മാരെന്തോ നോക്കി നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല? ഇനി അച്ഛന്മാർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയൊരു പുസ്തകം ഞാൻ പറയാം, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ തിരുവല്ല സുവാർത്താ ഭവൻ പ്രസിദ്ധീകരിച്ച ഒരു നല്ല പുസ്തകമുണ്ട്, ഒരു സ്നാനത്തെക്കുറിച്ച് പുസ്തകം. അത് വേണേൽ വായിക്കുന്ന നന്നായിരിക്കും. ഞാൻ ഈ പല സ്നാനത്തെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഒന്നും ഒരു ആധികാരികതയില്ല, ദൈവശാസ്ത്രപരമായ ആധികാരികതയില്ല, സഭാചരിത്രപരമായ ആധികാരികതയില്ല, ലോജിക്കലായിട്ടുള്ള ആധികാരികതയില്ലാത്ത കുറേ സ്നാനത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകം കൊണ്ട് ഈ പാസ്റ്റർമാരെടുത്തോട്ട് ചെല്ലുമ്പോൾ അവരതിനെ കവച്ച് വെക്കുന്ന വാക്യങ്ങൾ അങ്ങോട്ട് പറയും. അവർ പറയും മുങ്ങി സ്നാനപ്പെട്ടാലേ നിങ്ങൾ രക്ഷിക്കപ്പെടത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെ ഈ കള്ളത്തരമെല്ലാം കാണിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മർമ്മം മഹദിയാം ബാബിലോൺ ഇപ്പം കുമ്പനാട്ടും ഇവരുടെ സകല ആസ്ഥാനങ്ങളിലും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാനീ പറയുന്നത്, എൻ്റെ സഭയുടെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ വിശ്വാസികളും അച്ഛന്മാരും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റ് സഭാ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് പഠിക്കണം, ഓർത്തഡോക്സ് തിയോളജി പഠിക്കണം. ഈസ്റ്റേൺ തിയോളജിയാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് തിയോളജി പഠിക്കണം, ഇവാഞ്ചലിക്കൽ തിയോളജി പഠിക്കണം, പെൻഡക്കോസ്റ്റൽ തിയോളജി പഠിക്കണം, പ്രൊട്ടസ്റ്റൻ്റുകാരുടെ വിവിധ തരത്തിലുള്ള തിയോളജി, വെസ്ലിയൻ തിയോളജി, കാൽവിൻ്റെ തിയോളജി, ഇതെല്ലാം പഠിക്കണം. എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം എന്നെ ഇതിനകത്ത് വിമർശിക്കാൻ കുറേ ആൾക്കാർ വരും. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ സറാംപൂറിൽ BD ഉണ്ട്, MTH ഉണ്ട്, DTH ഉണ്ട്. എനിക്ക് ഈ സകല യൂണിവേഴ്സിറ്റികളെയും കുറിച്ച് അറിയാം. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, അബർഡീൻ യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയയിലും കാനഡയിലുള്ള യൂണിവേഴ്സിറ്റി, ഇവരെല്ലാം പഠിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാസ്റ്റർ K. എബ്രഹാം എഴുതിയ ഒരു പുസ്തകം വായിച്ച് പെന്തിക്കോസിലേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ, മലയാളികൾ ഇഷ്ടം പോലെ പോയി. പക്ഷേ ആ പുസ്തകം എന്ന് പറയുന്നത് ഒരു ഫേക്ക് പുസ്തകമാണ്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും ശരിയല്ല. എഴുതിയ ഓതർ തന്നെ അമേരിക്കയിലെ സാഹിബ് അവസാനം ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എഴുതിയതെല്ലാം ഊഹാപോഹമാണ്, മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത് ആൾക്കാരുടെ കയ്യിലെല്ലാം എത്തി. കുമ്പനാട്ട് നടക്കുന്ന കാര്യങ്ങൾ മലയാള മനോരമ ഉൾപ്പെടെ, മർത്തോമാക്കാർ ശ്രദ്ധിക്കണം, മർത്തോമാക്കാരുടെ വാർത്ത മാത്രം, മനോരമയുടെ തിരുമേനിയുടെ വാർത്ത മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ നടക്കുകയല്ല. നിങ്ങൾ വായിക്കണം വാർത്ത. കുമ്പനാട്ട് കോസുകാരുടെ അവിടെ അടിപിടി, ഇത് പണ്ട് ഇവരുടെ തുടക്കകാലം മുതൽ ഇവരാളുകളെ കളിപ്പിച്ച ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ടു പോയവരാണ്. ഇനിയെങ്കിലും വടിയെടുക്കേണ്ട, എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. എപ്പിസ്കോപ്പൽ സഭകളിലുള്ളവർ വടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം വടിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇനി അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. വടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആരെ അടിക്കാനും പിടിക്കാനും ഒന്നുമല്ല, ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഇപ്പം ന്യൂ ജനറേഷൻ സഭകളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ മർത്തോമക്കാരോട് പറയാനുള്ളത്, കരിസ്മാറ്റിക്കൊക്കെ നല്ലതായി, ഹല്ലേലൂയായ സ്തോത്രമൊക്കെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഈ ഹല്ലേലൂയായ സ്തോത്രം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, ഇതിലെ എല്ലാം ആൾ അങ്ങോട്ടും പോവും. കൊട്ടാരക്കര ടിനുവിൻ്റെ അവിടെയും കണ്ട സ്വർഗീയ വിരുന്നിലും അവിടെ ഇവിടെ എല്ലാ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവസാനം പള്ളിയിലെങ്ങും ആൾ കാണത്തില്ല. ഇപ്പം തന്നെ ആൾക്കാരെ ബോധവൽക്കരിച്ചോണം. ഈ കുമ്പനാട്ട് ഇപ്പം അടി പിടി തൊഴി സകല പരിപാടി നടന്നുകൊണ്ടിരിക്കുക. കള്ളത്തരത്തിൻ്റെ കള്ളന്മാർക്ക് കള്ളന് കഞ്ഞി വെച്ചവന്മാരാണ് അതിൻ്റെ അകത്തുള്ളവന്മാർ. ഈ കുമ്പനാട്ട് മൂക്കിൻ്റെ തുമ്പത്തൂന്ന്. എനിക്ക് കുമ്പനാട്ട് ഏഴുപേരും മാർത്തോമ പള്ളികളിലെ അച്ഛന്മാരാരെങ്കിലും കാണുന്നുണ്ട് ശ്രദ്ധിക്കുക. എന്നെ പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കുമ്പനാട്ടുള്ള
ചില സ്വതന്ത്ര പെന്തിക്കോസ് സഭകളിലേക്ക് ചില പ്രധാനപ്പെട്ട മാർത്തോമാ പള്ളികളിലെ ആളുകൾ പോകുന്നുണ്ട്. അവിടുത്തെ അച്ഛന്മാരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എന്തിനാണ് ആക്കി വെച്ച പാസ്റ്റൽ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എനിക്കിഷ്ടം പോലെ ഉദാഹരണം പറയാറുണ്ട്. പണ്ട് പള്ളിയിൽ നിന്ന് ഒരാൾ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരച്ഛൻ നിരന്തരമായിട്ട് ഫോൺ വിളിച്ച് ആ വ്യക്തിയെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എഴുതി കൊടുക്കണം. ഈ അച്ഛൻ എന്തോ വെച്ചു, ഈ വീട്ടിൽ എന്താണ് പണി ഈ അച്ഛന്മാർക്ക്? നിങ്ങൾ കാരണം ഇവിടെ പള്ളികളിൽ നിന്നെല്ലാം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നല്ല മറുപടി ഞാൻ തന്നിരിക്കും. ഞാൻ പറഞ്ഞത് ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ പുസ്തകം ഫേക്ക് പുസ്തകമാണ്. പെന്തിക്കോസിലെ പാസ്റ്റർ എഴുതിയ 100% കള്ളത്തര പുസ്തകം. ആ പുസ്തകം പേര് പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരെ ഇതിൻ്റെ അകത്ത് കൊണ്ടുകൊണ്ടിരിക്കും. ഇപ്പം തേണ്ട കുമ്പനാട്ട് അടി വെടി തൊഴി. ഇത് മാധ്യമങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് തുടങ്ങിയ കാലം മുതലേ, ഇവരുടെ പിതാക്കന്മാർ ഇത് ആരംഭിച്ച കാലം മുതലേ അടിപിടിയാണ്. ഇവരുടെ കള്ളത്തരം കേട്ട് ഇവിടെയുള്ള മാർത്തോമാക്കാരനെയും CSIക്കാരനെയും സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചുകാരനെയും ഓർത്തഡോക്സുകാരനെയും യാക്കോബക്കാരനെയും എല്ലാം അടിച്ചുകൊണ്ട് പോയി. എന്തുവാണ് ഇതിൻ്റെ അകത്ത് ആരാണ്ടൊക്കെ അടിക്കുന്നു? വെള്ളത്താൽ സ്നാനം. ഈ സ്നാനമൊന്നും ഇവിടെ ഒന്നും ഒരു വിഷയമല്ല എൻ്റെ പൊന്നച്ചായ. നിങ്ങൾ ഈ പറയുന്ന വെള്ളത്തിലുള്ള സ്നാനമൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. KK വർഗീസ്, നിങ്ങൾക്ക് യാതൊരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാനോ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. ഇവിടെ എന്തുവാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ചരിത്രപരമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് എന്തുവാണ് അദ്ദേഹം പറഞ്ഞതിന് ശരിയാണോ ഏതാണ്ടൊക്കെ ടൈപ്പ് ചെയ്യുന്നു. എനിക്കറിയത്തില്ല. എന്താണ് കാര്യമൊന്നും പറയാതെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്താൽ നിങ്ങളിതിനെ പോസിറ്റീവ് അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം എല്ലായിടത്തും അടിയും പിടി. ഇവരുടെ അകത്തേക്ക് നിങ്ങൾ കയറിയാൽ ഈ പറയുന്ന ഉണർവ്, അന്യഭാഷ, കയ്യടി, തുള്ളൽ, ചാട്ടം, ഹല്ലേലൂയ, സ്തോത്രം. മാർത്തോമാക്കാർ ശ്രദ്ധിക്കണം. ഈ ചുമ്മാ കുറേ ഹല്ലേലൂയ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചുമ്മാ കുറേ എന്ത് പറഞ്ഞാലും അച്ഛന്മാരും ഉപദേശിമാരും വന്ന് സ്തോത്രവും പറയും, ഹല്ലേലൂയ, ഇതെല്ലാം പറഞ്ഞിട്ട് അത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ കാര്യമായ കാര്യം പഠിപ്പിക്കുക, തിയോളജി പഠിപ്പിക്കുക, ലിറ്റർജിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പഠിപ്പിക്കുക. ഞാൻ മാർത്തോമാക്കാരനൊന്നും അല്ല, പക്ഷേ മാർത്തോമാ സഭയുടെ തക്സ എൻ്റെ കയ്യിലുണ്ട്. ഞാനിതിരുന്ന് പഠിക്കുക. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് 100% സത്യമാണ്. 100% സത്യമാണ്. പക്ഷേ ഇത് 100% ഈ മാർത്തോമാ സഭയുടെ തക്സ സത്യമാണെന്നും അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നും എത്ര മാർത്തോമാക്കാർക്കറിയാം? നവീകരണമാണ്, ഉണർവാണെന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്തും. ഞായറാഴ്ച ഇവർ സ്വർഗീയ വിരുന്നിൽ പോകും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്തി കയ്യും അടിച്ച് ഭയങ്കര പാട്ട്, ഉണർവിൻ വരം ലഭിപ്പാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നു, ഇതും പാടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനേക്കാളും വലുത് ലിറ്റർജിക്കകത്തുണ്ട്, മാർത്തോമാ സഭയുടെ തക്സയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട്. അതിനേക്കാളും വലിയതൊന്നും അല്ല ഈ ഉണർവുകാരെഴുതിയ പാട്ട്. ഉപദേശിമാരെഴുതിയ പാട്ടൊന്നും അല്ല ഏറ്റവും വലുത്. അത് ഈ മാർത്തോമാ CSI ഇവാഞ്ചലിക്കക്കാർ ശ്രദ്ധിക്കുക. ഇതാണ് വലുത്. നിങ്ങൾക്ക് ഇതാണ് വലുത്, തക്സ. ഇനി ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഞാൻ മാർത്തോമാക്കാരനാണോ? ഞാൻ മാർത്തോമാക്കാരനല്ല. പ്രസൻ്റ്ലി ഐ എം നോട്ട് എ മാർത്തോമൈറ്റ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടോ? ഇതിനേക്കാളും വലുതൊന്നും അല്ല ഉപദേശി എഴുതിയ പാട്ട്. അർത്ഥമായി കുറേ ഉപദേശിമാരെ ഉപദേശിമാരെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളുടെ ആളുകളെല്ലാം ഈ കുമ്പനാട്ട് അടിപിടി കള്ള സംഘത്തിലും ഈ പറയുന്ന സ്വർഗീയ വിരുന്നിലും പിന്നെ കൊട്ടാരക്കരയിലും അവിടെ ഇവിടെയും കണ്ട പ്രവാചകന്മാരുടെ അവിടെ എല്ലാം പോവും. ഞാൻ ജനിക്കുന്നതിന് മുന്നേ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, മർമ്മം മഹദിയാം ബാബിലോൺ. ഞാൻ ജനിക്കുന്നതിന് മുന്നേ എഴുതിയൊരു പുസ്തകം. അത് വായിച്ച് എത്രയോ ആളുകൾ എൻ്റെ ഇരിപ്പുണ്ട്. ആ പുസ്തകം തെറ്റാണെന്ന് തന്നെ അതിൻ്റെ ഓതർ, ഒരു അമേരിക്കക്കാരൻ സായിപ്പ്, പിന്നീട് പറഞ്ഞ് ഞാൻ എഴുതിയ മുഴുവൻ തെറ്റാണ്, വെറും ഊഹാപോഹ. ഇതെല്ലാം കൂടെ വായിച്ചാണ് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ കാണുന്ന മാർത്തോമ, CSI, സെൻറ് തോമസ്, ഓർത്തഡോക്സ്, യാക്കോബായ എന്നു വേണ്ട ജ്ഞാനായ നിങ്ങളുടെ സഭകളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളവരുടെ ലിസ്റ്റ് കണക്കൊന്നെടുത്ത് കാണിക്കും, ഡേറ്റ കാണിക്കും. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. അത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ നമ്മൾ വിഷമിക്കും, വേദനിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വേദനയില്ലാത്ത കുറേ ആളുകൾ. അപ്പം എനിക്കറിയാം ഇതിനകത്ത് വന്നിട്ട് ലൈവ് വന്നിട്ട് ചിലർ പെട്ടെന്ന് അങ്ങ് സ്കിപ്പായിപ്പോയി, അച്ഛന്മാരൊക്കെ. കാരണം ഈ കേൾക്കുമ്പോൾ ഒരു അലോസരമാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളാണ് ഉത്തരവാദികൾ.
ഞാൻ പറഞ്ഞില്ല, ഈ തക്സായേക്കാളും വലിയ ഇത് മാർത്തോമാ സഭയുടെ തക്സ, ഇതിനേക്കാളും വലിയ പാട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ. പിന്നെ ഒരുപാട് പാട്ടുണ്ട്. ആ പാട്ടിനേക്കാളിലും വലിയ തിയോളജി തക്സയ്ക്കകത്തുണ്ട്. ആ പാട്ടിനേക്കാളിലും വലിയ തിയോളജി ആ ഉപദേശിമാരെക്കാളിലും 1000 മടങ്ങ് ദൈവസന്നിധിയിൽ തേജസ്സോടെ നിൽക്കുന്ന പിതാക്കന്മാർ സഭയ്ക്കുണ്ട്. ഇവിടുത്തെ ഉപദേശിമാരെക്കാളും കൂടുതൽ 1000 മടങ്ങ് തേജസ്സിൽ നിൽക്കുന്ന സഭയുടെ പിതാക്കന്മാർ, രക്തസാക്ഷികൾ എഴുതിയ ഈ തക്സ ലിറ്റർജിയേക്കാളും വലിയ ഒരു തിയോളജിയുമില്ല. ഇവിടുത്തെ ചുമ്മാതെ ഇവിടെ ഒരു പാസ്റ്റർമാർ ഇറക്കുന്ന കൊച്ചു പുസ്തകം വായിച്ച് പല ആൾക്കാരും ഇത് കണ്ട് വലിയ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഉണർവ് പ്രാർത്ഥനകൾ നടത്തുക. ഉണർവ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുമ്പം ഇടയ്ക്ക് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്ന ഉപദേശിമാർ, അവരാ ഉണർവ് പ്രാസംഗികർ. പണ്ട് ഞങ്ങളുടെ ഇവിടെ മാർത്തോമയുടെ കൺവെൻഷൻ നടത്തുമ്പം വിളിച്ചു പറയും, ഇന്ന് വരുന്നത് സുപ്രസിദ്ധ ഉണർവ് പ്രാസംഗികൻ ഇന്നിടത്തു നിന്ന്. എന്തുവാ, അദ്ദേഹം വെള്ള ഉടുപ്പും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ടാണ് വരുന്നത്, മാർത്തോമാക്കാരൻ. അപ്പം ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹല്ലേലൂയ പറയും, ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയും. അവരെ ഉണർവ് പ്രാസംഗികരെന്ന് പറയുന്നത്, ഉണർവ് പ്രാസംഗികർ. അപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് വരും മാർത്തോമാക്കാരൻ. 4 ദിവസം കഴിയുമ്പം പള്ളിക്കകത്തെ ആരാധന അത്ര രസമില്ലെന്ന് തോന്നുമ്പം അപ്പുറത്തെ സ്വർഗീയ വിരുന്നിപ്പോവും, അല്ലെങ്കിൽ അവിടെ പോവും ഇവിടെ പോവും. ഒരു ഉത്തരവാദിത്വവും ഇല്ല. എവിടെയെങ്കിലും പോകുന്ന ചിലർ പറയുന്നത്, അച്ഛന്മാരെ പറയും എവിടെയെങ്കിലും പോകും, നിങ്ങൾ എവിടെയെങ്കിലും പോയി, എനിക്കിതൊന്നും തിരക്കുള്ള സമയമില്ല, എനിക്ക് ഒരുപാട് മീറ്റിംഗാണെന്ന് പറയും, ഒരുപാട്. ആ കൗൺസിൽ, ഈ കൗൺസിൽ, മറിച്ചേ കൗൺസിൽ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്പനാട്ടെ IPCയിലെ കെ എബ്രഹാം എഴുതിയ ചെറിയ പുസ്തകം വായിച്ച ആളുകളെല്ലാം ഇഷ്ടം. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പുസ്തകം. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഈ കുടുസ് ചിന്താഗതിക്കാരനൊന്നുമല്ല. ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെപ്പോലെ മറ്റൊരു സഭയെക്കുറിച്ചും അറിയത്തില്ല. കത്തോലിക്ക സഭയെക്കുറിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഓർത്തഡോക്സ് സഭ, ഞാനിപ്പോൾ ഓറിയൻ്റൽ ഓർത്തഡോക്സിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഓറിയൻ്റൽ ഓർത്തഡോക്സ്, ഇപ്പം മാർപ്പാപ്പ വരെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് തിയോളജി അംഗീകരിച്ചിരിക്കുക. ഫിലക് കോൺട്രവേഴ്സി, അതായത് ഓറിയൻ്റൽ ഓർത്തഡോക്സ് തിയോളജി അത്ര ശ്രേഷ്ഠമായ തിയോളജിയാണ് ഓർത്തഡോക്സ് തിയോളജി. നമ്മൾ ഈസ്റ്റേൺ തിയോളജി എന്നൊക്കെ പറയും, അതിൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ്. മാർപ്പാപ്പ പോലും ഓറിയൻ്റൽ ഓർത്തഡോക്സ് തിയോളജി അംഗീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ചില കാര്യങ്ങൾ തങ്ങൾ ഈ പാലിച്ചുകൊണ്ട് പോരുന്നത് തെറ്റാണ് എന്ന നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ഒറിജിനൽ വേർഷനാണ് ശരിയെന്ന് ആര് സമ്മതിച്ചു? മാർപ്പാപ്പ വരെ അത്ര സിറിയൻ തിയോളജി, സമ്പുഷ്ടമായ തിയോളജി ഇരിക്കുകയാണ്. ചുമ്മാ തട്ടുപൊളിപ്പൻ ഹല്ലേലൂയ സ്തോത്രം പരിപാടി. ഹല്ലേലൂയ പറയുന്നത് ഈ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. സ്തോത്രം പറയുന്നത് അതെല്ലാം പുറണ്ട്. ഈ ലിറ്റർജിക്കകത്ത് ഹല്ലേലൂയ എന്നെല്ലാം പറയുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. ഇത് കൂടാൻ ഇവർക്ക് ഇങ്ങനെ ചുമ്മാതെ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ട് പറയണം. പണ്ടൊരു വൈദികനുണ്ട്, അദ്ദേഹം ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന വെക്കും. പുള്ളിയുടെ പ്രധാന പരിപാടി കുറേ 100 ഹല്ലേലൂയ പറയാം. പേരൊന്നും ഞാൻ പറയുന്നില്ല, കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറയും. ഭയങ്കര ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരിമാർ, സ്ത്രീകൾ, അവർക്കിത് കേൾക്കുമ്പോൾ ഉണർവ്. അവരിങ്ങനെ കിടന്ന് എന്നൊക്കെ വെച്ച് പള്ളിക്കകത്താണ് വെള്ളിയാഴ്ച. അപ്പോൾ ഈ നല്ലതാണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എന്നും തുടരും. അടുത്ത അച്ഛൻ വരുമ്പം പിന്നെ ഇതൊന്നും കാണത്തില്ല. അദ്ദേഹം ഒരു തണുപ്പം മട്ടായിരിക്കും, ഉറങ്ങിയൊക്കെ ആയിരിക്കും പാട്ട് പാടുന്ന, ഒരു സുഖമില്ല. അപ്പോൾ ചിന്തിക്കുമോ ഇനിയിപ്പോൾ ഈ വെള്ളിയാഴ്ച ഇവിടെ പോകുന്നില്ല, പിന്നെ വേറെ എവിടെയെങ്കിലും പോയി കളയാമെന്ന് വെച്ചാൽ അടുത്ത ഏതെങ്കിലും പെട്ടിക്കടകളിൽ പോകും. ഈ പെട്ടിക്കടയിൽ പോയി അവിടെ പോയി ഹല്ലേലൂയ സ്തോത്രം പറയും. ആ പാസ്റ്റർ പറയത് സ്നാനം ശരിയല്ല, ശിശുവായിരുന്നപ്പോൾ പെട്ടത് പോരാ, മുങ്ങി പൊങ്ങണമെന്ന് പറയും. അപ്പോൾ ഇവർ പിടിച്ച് മുക്കും. അങ്ങനെ പിടിച്ച് മുക്കും. അങ്ങനെ പിടിച്ചവരെയെല്ലാം പിടിച്ച് മുക്കും. അങ്ങനെ മുക്കി ഇങ്ങോട്ട് വരുമ്പം അച്ഛൻ പറയും, അത് തെറ്റാണല്ലോ, അതെന്തിനാ അങ്ങ് പോയി, ഇവിടെ ഒരു സ്നാനമേറ്റത്. അപ്പം 100 വാക്യങ്ങളാണ് ഇങ്ങോട്ട് പറയുന്നത്. 100 വാക്യങ്ങൾ പറയും. അച്ഛന് പോലും ഇത്രയും വാക്യം കാണാൻ അറിയത്തില്ല. 2 ആഴ്ച ഈ സഭയിൽ, ഈ ചെറിയ സഭയല്ല, പെട്ടിക്കട ഗ്രൂപ്പിൻ്റെ അകത്ത് പോയതേ ഉള്ളൂ. വാക്യങ്ങളെല്ലാം കാണാൻ പഠിച്ചു. അച്ഛൻ പോലും വായും പൊളിച്ച് നിൽക്കുക, അയ്യോ എനിക്കിതൊന്നും അറിയാൻ പോയി. എന്നോട് ദേഷ്യം തോന്നുന്നവരൊക്കെ ഇതിനകത്തുനിന്ന് പൊക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാനുള്ള കാര്യം പറയാം. ഈ കുമ്പനാട്ട വിവരം ഇപ്പം ഈ ഫേസ്ബുക്കിലും എല്ലാം പ്രചരിക്കും. ആദ്യമായിട്ടൊന്നും അല്ല, ഇത് പണ്ടും ഇവർ തുടങ്ങിയ കാലം മുതലേ ഇവർ ഭയങ്കര അടിപിടിയാണ്.
അപ്പോൾ മർത്തോമായിൽ നിന്നും CSI നിന്നും സെൻറ് തോമസിൽ നിന്നും ഓർത്തഡോക്സിൽ നിന്നും യാക്കോബിൽ നിന്നും കനാനായിൽ നിന്നും പോയവരെല്ലാം ശ്രദ്ധിച്ചു. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തിരിച്ചു പോകാനൊന്നും ചിലപ്പോൾ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന ഈ സഭ വിട്ടുപോയ ആൾക്കാരുണ്ട്, ഈ എപ്പിസ്കോപ്പൽ സഭ, തിരിച്ചിനിയും പോകാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഇനി നിങ്ങൾ തിരിച്ച് ചെന്നാൽ ചിലപ്പം നിങ്ങളോട് ചിലപ്പം വളരെ നെഗറ്റീവായിട്ടായിരിക്കും അവരിടപെടുന്നത്. ചിലപ്പം, എനിക്കറിയത്തില്ല, നല്ലൊരു കാണും. എനിക്കറിയാവുന്ന ഒരുപാട് പേര് എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഞങ്ങളിപ്പോൾ ഉണർവ് കൂട്ടത്തിലാണ് പോകുന്നത്, ഇപ്പം ഞങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ട് എവിടെയാണ് പോകുന്നത്, 20 പേര് വരെ കുമ്പനാട്ട് മർത്തോമപ്പള്ളി, 20 പേര് മർത്തോമപ്പള്ളി, ആ മർത്തോമപ്പള്ളി, ഈ മർത്തോമപ്പള്ളി എന്ന് പറയുന്ന മർത്തോമക്കാർ ഇഷ്ടം പോലും പേരാണ് ഇൻഡിപെൻഡൻറ്റ് സഭകളിൽ പോകുന്നത്. നാളെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അവർ മർത്തോമക്കാരാ, ഭാര്യ മാത്രമാണ് പെന്തിക്കോസിൽ പോകുന്നുള്ളൂ, ആഭരണം ഇട്ടിട്ടുണ്ട്, കാരണം പള്ളിയിലെ പേര് വെട്ടിയിട്ടില്ല. സ്ത്രീകൾ ഇപ്പോഴും മുഖ്യധാര പെന്തിക്കോസ് സഭയിലേക്ക് പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ചെറുക ഭർത്താക്കന്മാരെ കൂടെ കൊണ്ടുവരും. ഞാനിതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ പറയപ്പെട്ട സഭയിൽപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷേ കൂടുതലായിട്ടൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാകണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ സീരിയസ്നെസ്, ഞാൻ ആരെയും സോപ്പിടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അച്ഛന്മാരെ സോപ്പിടത്തില്ല, ബിഷപ്പിനെയും സോപ്പിടത്തില്ല. കാരണം ഇവരെല്ലാം ഈ സഭയുടെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് ചുമ്മാ ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ട്. ഇതിപ്പോൾ ഈ തക്സയാണ്, കുർബാന തക്സ. ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു തക്സ, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു തക്സയാണ്. ഇതിൻ്റെ അകത്തെ അർത്ഥങ്ങൾ അറിഞ്ഞാൽ ഇത്രയും മതി ജീവിക്കാൻ, നിത്യജീവൻ ലഭിക്കാൻ. അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കാനൊന്നുമില്ല, നമ്മുടെ അകത്ത് നിത്യജീവൻ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ ഈസ്റ്റേൺ അല്ലെങ്കിൽ സിറിയൻ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നിത്യജീവൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങോട്ട് ഇങ്ങനെ പോകാനിരിക്കുക എന്നെല്ലാം കൂടെ പറഞ്ഞ് ആളുകളെ കളിപ്പിച്ച മർമ്മം മഹദിയാം ബാബിലോൺ ഇപ്പോൾ കുമ്പനാട്ട് നിറവേറിക്കഴിഞ്ഞു. അതൊക്കെ ഇപ്പോഴല്ല, പണ്ടേ നിറവേറി. അതിൻ്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. മടാട്ടിയും പിടിയും തൊഴി ഇവർക്കൊക്കെ എതിരെ പ്രതികരിക്കത്തില്ല. അവർ പുസ്തകം അടിച്ചിറക്കിയപ്പം കത്തോലിക്ക സഭയ്ക്കെതിരെയാണ് ഇറക്കിയത് പുസ്തകം. പക്ഷേ ആ പുസ്തകം ഇറക്കിയപ്പം കത്തോലിക്ക സഭ മിണ്ടിയില്ല, ഒരു ബിഷപ്പും അനങ്ങിയില്ല, പിന്നെ അച്ഛന്മാരും അനങ്ങിയില്ല. പിന്നെ ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഷിബു പീഡിയേക്കൽ പാസ്റ്ററാണ് ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയപ്പം കുറേ ബിഷപ്പുമാർ അതിലെതിരെയെല്ലാം വീഡിയോയിൽ വന്നു, അച്ഛന്മാരതിൽ വന്നു, ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് പോയി. ഷിബു പീഡിയേക്കലാണ് ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. ആ പുസ്തകം അടിച്ചിറങ്ങിയപ്പോൾ ഒരു കുഞ്ഞിനും വേണ്ടുണ്ടായിരുന്നു. ഫേക്ക് പുസ്തകം. ഇപ്പോഴത്തേണ്ട അടി മൂക്കുകയാണ് അവിടെ. ഇത് തന്നെയാണ് ഇവർ ഈ ചർച്ച് ഓഫ് കോഡും ഏജിയും പിന്നെ അതും ഇതും മറ്റേത് അല്ലാത്തതിൻ്റെയും മറിച്ചതിൻ്റെയും പിന്നെ മിനിസ്ട്രീസാണ്, തരികട മിനിസ്ട്രികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇതിലേക്കെല്ലാം ഈ എപ്പിസ്കോപ്പൽ സഭക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിത്യാവിശ്വാസ പ്രമാണവും വേണ്ട, കർത്താവിൻ്റെ പ്രാർത്ഥനയും വേണ്ട, തൃത്വ പ്രഖ്യാപനം വേണ്ട, യേശുനാമം എന്ന ദുരുപദേശ ഗ്രൂപ്പുകളാണിതെല്ലാം. യേശുനാമ ദുരുപദേശ, വണ്ണസ് ദുരുപദേശ ഗ്രൂപ്പുകൾ, തൃത്വത്തെ നിഷേധിക്കുന്ന, യഥാർത്ഥ തൃത്വത്തെ നിഷേധിക്കുന്ന, യഥാർത്ഥ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരെയാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഉദ്ദേശിച്ചല്ല. ഇനി ഒരു അന്തിക്രിസ്തു വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഏത് ക്രിസ്തു, അതൊക്കെ ചുമ്മാതാ, വെറും കളിപ്പീര് പരിപാടിയാണ്. 666 ഇത് ക്രിസ്തു, ഇതെല്ലാം കളിപ്പീരാണ്. ഇവിടെയുള്ള പൗരോഹിത്യ സഭകളെ ചീത്ത വിളിക്കുന്ന നിങ്ങൾക്ക് അവസാനം എന്താണ്ട് ഇപ്പം നിങ്ങളെല്ലാം കൂടെ കൂട്ടയാടി പിടിക്കുക. നിങ്ങൾ തിരുമേനിമാരെയും ചീത്ത വിളിച്ച്, അച്ഛന്മാരെയും ചീത്ത വിളിച്ച്, പൗരോഹിത്യ സഭകളെയും ചീത്ത വിളിച്ച്, കുർബാന തക്സകളെയും ചീത്ത വിളിച്ച്, കുർബാനയൊന്നും ശരിയല്ല, ഞങ്ങളുടേത് മാത്രമാണ് ശരി. നിങ്ങളുടേതൊന്നും ശരിയല്ല, നിങ്ങളുടേതൊന്നും ശരിയല്ല. നിങ്ങളുടെ ഉണർവ് കൂട്ടങ്ങളിലെ ഒരു ഉപദേശവും നിങ്ങളുടെ ആരാധന ഇതെല്ലാം മെസ്മറിസമാണ്, ഇതെല്ലാം ഹിപ്നോസിസാണ്. ഹിപ്നോ തെറാപ്പി എന്ന് പറയുന്ന സൈക്കോളജിയിലെ ഹിപ്നോസിസ്. ആൾക്കാരെ മാസ് ഹിസ്റ്റീരിയ ചെയ്യുകയാണ് നിങ്ങൾ. അതുകൊണ്ട് അത് തിരിച്ചറിയണം. ഇവരുടെ കളിപ്പി, ഇവരുടെ തുള്ളലും ചാട്ടലും അന്യഭാഷ എല്ലാം തട്ടിപ്പാണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുമ്പോൾ പറയുന്ന ഭാഷകളാണ്. ഇത് ഹോർമോണിൻ്റെ അകത്ത്, ഈ തലച്ചോറിൻ്റെ അകത്ത് സന്തോഷം അങ്ങോട്ട് കൂടുമ്പോൾ തലച്ചോറിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് കിടന്ന് വിറച്ച അന്യഭാഷ പറയും. സൈക്കോളജിക്കലി, സൈക്കാട്രിക്, ന്യൂറോ സയൻസിൽ ഇതെല്ലാം തെളിയിക്കാവുന്നേ ഉള്ളൂ. ഇതൊന്നും ഒരു ആത്മീയ അനുഭവങ്ങളൊന്നും അല്ല. ആദിമസഭയുടെ അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകണം, സത്യവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോവുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ എന്ന് പറയുന്ന
ആ ഒരു സ്തുതിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പാട്ടൊന്നും പാടണ്ട. ഉണർവിൻ്റെ വരം ലഭിപ്പാനും പരിശുദ്ധാത്മായ ശക്തി പറഞ്ഞിട്ടും തുണയെനിക്ക് യേശു. ഇതൊന്നും നിങ്ങൾ ശ്രീയേശുനാമം ഒന്നും പാടിയിട്ട് കാര്യമില്ല. അതിനേക്കാളും വലിയ ലിറ്റർജി കയ്യിലിരുന്നിട്ട് ഈ ലിറ്റർജിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന കയ്യടിയും പാട്ടും ഉണർവും നവീകരണവും എല്ലാം കള്ളത്തരമാണ്. എപ്പിസ്കോപ്പൽ സഭകളോടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് കൂടുന്നുണ്ട്. അപ്പോൾ ഈ കുമ്പനാട്ടും മുളക്കടയിലും പുനലൂരും തിരുവല്ലയിലും ഒക്കെ നടക്കുന്ന വെറും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ മാത്രമാണ്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൽ കൂടുതലൊന്നുമില്ല. അത് മെമ്പർഷിപ്പ് കിട്ടാൻ 5 രൂപ കൊടുത്താൽ മെമ്പർഷിപ്പ് കിട്ടും. ഇപ്പം കിടന്നെല്ലാം കൂടെ അടിയായി. ഇവരുടെ പ്രസംഗം എല്ലാം വ്യാജമാണ്, ഫേക്ക് സഭകളാണ്. ഇനിയെങ്കിലും കുഞ്ഞാടുകളെ ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്തം എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ഇടയന്മാർക്കുണ്ടാകണം. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു, ഈ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമാണോ ആളുകളെല്ലാം പോയത്? അതെ, ഈ ആളുകൾ, അതായത് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയും. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലം. അത് പണ്ട് മുതലേ ഉണ്ട്. അതേ കള്ളത്തെ സത്യമായി അവതരിപ്പിക്കുക. അത് ഭയങ്കര കഴിവാണ് ഇവർക്ക്. കള്ളത്തെ സത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കള്ളത്തെ സത്യമായി അവതരിപ്പിക്കും. ആ കാര്യത്തിൽ ഈ അച്ഛന്മാരൊക്കെ അത് ഫെയിലാണ്. പിണക്കം തോന്നരുത്, ഫെയിലാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് തക്സയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള തക്സയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഓർത്തഡോക്സ് തക്സയൊന്നും എൻ്റെ ഇരിപ്പില്ല. അതുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ഉയർത്തി കാണിക്കുക. ഇതിനകത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള നിത്യജീവൻ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല വെളിപ്പാടുകളും ഈ ലിറ്റർജിക്കകത്തുണ്ട്. നിത്യാവിശ്വാസ പ്രമാണത്തിലുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിക്കും അതിൻ്റെ അകത്തുണ്ട്. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ചില ആൾക്കാർ ഇങ്ങനെ കിടക്കുക. എന്തിനാണെന്നറിയത്തില്ല. ഈ നവീകരണമെന്നും പറഞ്ഞ് ചില ആൾക്കാർ അങ്ങ് ഭയങ്കര, നിങ്ങളുടെ ആളുകൾ മുഴുവനും പെന്തിക്കോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ആളുകൾ ന്യൂ ജനറേഷൻ സഭകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഉത്തരവാദിത്വമില്ലാതെ പള്ളിമേടയ്ക്കകത്തിരുന്ന് കുത്തിയിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. ഞാനിത് പറയും. ചീത്ത വിളിക്കേണ്ടിയവരൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് അങ്ങ് ചീത്ത വിളിച്ചു. നിങ്ങൾ ചീത്ത വിളിക്കുന്തോറും എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കൂടുക. ചീത്തയോ എന്നാ വേണേലും വിളിച്ചോ, റീച്ച് കൂടിക്കൊണ്ടിരിക്കുക എൻ്റെ വീഡിയോയ്ക്ക്. അതാദ്യം മനസ്സിലാക്കുക. ടെക്നിക്കലി ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നതോടെ റീച്ച് കൂടും. അതുകൊണ്ട് ചീത്ത വിളിക്കുന്നവരൊക്കെ വിളിച്ചു. ഞാൻ ഏത് സഭ, ഇനി കുറേ ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞു ഏത് സഭയാണ് അവർക്ക് അറിയേണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യസഭയുടെ ഭാഗമാണ്. ദ ട്രൂ ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആദിമസഭയുടെ ഭാഗമാണ്. മനുഷ്യനുണ്ടാക്കിയ കുറേ പേരുകളൊക്കെ ഇട്ട് ഒരുപാട് സഭകൾ ഇവിടെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് മെമ്പർഷിപ്പ് ആവശ്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ദ ട്രൂ ഓർത്തഡോക്സി, ട്രൂ ഫെയ്ത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. അത് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകം ഫേക്ക് പുസ്തകമാണ്. ആ ഫേക്ക് പുസ്തകം എഴുതിയ സഭക്കാർ തമ്മിൽ അവർ തുടങ്ങിയ കാലം മുതലേ പൊളിറ്റിക്സും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അവരുടെ ഇടയിൽ നടക്കുന്നത്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ അവരുടെ ഇടയിൽ ഇവരുടെ തുടക്കം മുതലേ നടക്കും. ഇവർ കുക്കു സായിപ്പ് എന്ന് പറഞ്ഞ ഒരു സായിപ്പ് ഇവിടെ വന്ന് ആ സായിപ്പിനെ കളിപ്പിച്ച് വേറെ സഭയുണ്ടാക്കി അവസാനം ആ സായിപ്പ് വേദനയോടെ അമേരിക്കയിൽ പോയി. അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ മുളക്കഴിയിലുള്ള ഈ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അവിടെയും പുള്ളിക്ക് അടി കിട്ടി, സായിപ്പിന് അടി കിട്ടി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പാസ്റ്റർമാരെന്ന് പറയുന്നവർ സായിപ്പിനെ അടിച്ചു. സായിപ്പ് എല്ലാം വേദനയെ സഹിച്ച് പുള്ളി അമേരിക്കയിലേക്ക് പോയി. ഇദ്ദേഹം ഇവിടെ കുമ്പനാട്ട് സഭയുണ്ടാക്കി. അതിൽ നിന്ന് പിരിഞ്ഞ് കുറേ പുള്ളികൾ ശാരോൻ ഉണ്ടാക്കി. പിന്നെ കുറേ പേര് ഏരിയ ഉണ്ടാക്കി. പിന്നെ കുറച്ച് പേരെ അങ്ങോട്ട് മാറി. പിന്നെ ആ ഇന്ത്യ, ഈ ഇന്ത്യ, മറിച്ച ഇന്ത്യ, മറ്റേ ഇന്ത്യ, മറിച്ച ഇന്ത്യ, ഫുൾ ഗോസ്പൽ, ഹാഫ് ഗോസ്പൽ എന്ന് തുടങ്ങി സകല തട്ടിപ്പ് പ്രസ്ഥാനങ്ങളും തുടങ്ങി ഇവരെല്ലാം പൈസയും ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് ഇവരുടെ അനുയായികളായിട്ട് കുറേ കൂടുന്ന പാവങ്ങളുണ്ട്. അവരാണെങ്കിൽ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്. വീടില്ല, അല്ലെങ്കിൽ ചികിത്സിക്കാൻ പണമില്ല. ഇവർ കുറേ കാശ് ഉണ്ടാക്കാനുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. മർത്തോമക്കാരെ ഉണരുക, CSIക്കാരെ ഉണരുക, സെൻറ്റ് തോമസുകാരെ ഉണരുക, ഓർത്തഡോക്സ് യാക്കോബക്കാരെ, ജ്ഞാനായക്കാരെ ഉണരുക. പിന്നെ ആരൊക്കെയുണ്ട്? എല്ലാവരും നിങ്ങളെല്ലാം ഉണരണം. കാരണം ഉണർന്നില്ലെങ്കിൽ ഉറങ്ങിക്കിടന്നാൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഈ തക്സയെക്കാളിലും വലിയ ഇതൊന്നും ഇല്ല. ഈ തക്സയ്ക്കകത്ത് മൊത്തം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. പിന്നെ പാട്ട് ഇഷ്ടമുള്ളവരൊക്കെ പാടട്ടെ. ഇപ്പം നമ്മൾ ഈ പാട്ട് പാടലൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊരു പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ പല പാട്ടും പാടും. അതിൻ്റെ അകത്ത് അതിനെ പാട്ടായിട്ട് അങ്ങ് എടുക്കുക. അത് പള്ളിക്കകത്തോട്ട് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്.
അത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പാടുകയൊക്കെ ചെയ്യല്ല. ഇപ്പം എന്നെ ചെയ്യാനാ, പാട്ടുകൾ ഒരുപാടുണ്ട്, പാടരുതെന്ന്. ഇപ്പം ഞാനും പാട്ടുകാരനാണ്, പല പാട്ടിൻ്റെ ട്യൂൺ കേൾക്കുമ്പോൾ പാടിപ്പോവും. പക്ഷെ അതൊന്നും ഉപദേശ വിശുദ്ധിയില്ല, അതിനകത്ത് ഉപദേശവും ഇല്ല, തിയോളജിയും ഇല്ല, ലിറ്റർജി ഇല്ല, ആദിമ സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലും ഇല്ല, യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കലുകളും അല്ല എന്ന് പറയാനാണ് ആഗ്രഹം. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ചിലരൊക്കെ ഈ വൈദികരൊക്കെ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഓടിപ്പോവും. കാരണം അവർക്കെതിരെ സംസാരിക്കണം. ഇത് ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്, അവിടെ ഇവിടെ എല്ലാം ഉത്തരവാദിത്വം ഉണ്ട്. ഉറങ്ങിക്കിടന്നാൽ ആ നല്ല ഇടയൻ്റെ ഉത്തരവാദിത്വം ആടുകളെ സംരക്ഷിക്കുക. ആടുകളെ ആക്രമിക്കാൻ വന്നാൽ അതിനെ ചെറുത്ത് നിൽക്കുക. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഉത്തരവാദിത്വമാണ്, എന്ത് പാസ്റ്ററൽ മിനിസ്ട്രിയാണ്? പാസ്റ്ററൽ കെയറിൽ MTH എടുത്തിട്ടൊന്നും കാര്യമില്ല, BD-യിൽ പാസ്റ്റർ കെയർ പഠിച്ചു, അത് കാര്യമില്ല. ഞാനും പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പ്രാവർത്തികമാക്കണം. അല്ലാതെ ഒരാൾ സഭ വിട്ടു പോകുമ്പോൾ പോകുന്ന വഴിക്ക് പൊക്കോട്ടെന്ന് പറയുന്ന ഒരുമാതിരി ഉഴപ്പം പരിപാടി ഉണ്ടല്ലോ, പോകുന്ന വഴിക്ക് പൊക്കോട്ടെന്ന് പറയുന്ന ഉഴപ്പം പരിപാടി ശരിയല്ല. നിങ്ങളുടെ ഇടയിലുള്ള ആടുകളെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പാസ്റ്റർ KE എബ്രഹാം എഴുതിയ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന ഫേക്ക് പുസ്തകം വായിച്ച് ഇതേതാണ്ട് വലിയ സംഭവമാണെന്ന് വരുത്തി തീർത്ത് കേരളക്കാരെ മുഴുവനും ഇത് പരത്തി അതിലവർ വിജയിച്ചു. അവർക്കറിയാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് സ്ട്രാറ്റജി ഉണ്ട്. ഒരാളെ എങ്ങനെ കറക്കി അടിക്കണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ശിശുസ്നാനം ഏറ്റവരെ എങ്ങനെ അവരെ വിശ്വസിച്ച് വെള്ളത്തിൽ മുക്കാമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. പക്ഷെ നമുക്കത് വിശദീകരിച്ചു കൊടുക്കാൻ, ശിശുസ്നാനം എന്താണെന്ന് വിശദീകരിച്ച് കൃത്യമായി ദൈവശാസ്ത്രപരമായി, സഭാചരിത്രപരമായി, ലോജിക്കലായി, ഇതിൻ്റെ അത് ലോജിക്കൂടെ ഉപയോഗിക്കണം. അതിനകത്ത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അതും കൂടെ ഉപയോഗിക്കണം. ഇത് കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് എല്ലാവരും കൂടെ 4 വഴിക്ക് ഓടി അവരെല്ലാം ഓരോ സഭയുണ്ടാക്കി, കോടികളുണ്ടാക്കി, തട്ടിപ്പ് പരിപാടിയുമായിട്ട് നടക്കുന്നു. നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്നാ പറയുന്നു, ഇപ്പം മലയാള മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ അകത്തൊരു വാർത്ത, കുമ്പന് പെന്തിക്കോസ്തുകാരുടെ വാർത്ത. അവർ അടിയും പിടിയും ഉണ്ടാക്കിയ വാർത്ത. പണ്ടല്ല ഇതിങ്ങനെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇടക്കാലത്തൊക്കെ സോഷ്യൽ മീഡിയ, അവരുടെ ചെറിയ ചെറിയ പത്രങ്ങൾ അതിൻ്റെ അകത്തൊക്കെ വന്നു. ഇപ്പോൾ അത് സെക്കുലർ മാധ്യമങ്ങളിലും ചാനലുകളിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയതാണ്, ഇപ്പോൾ തുടങ്ങിയതല്ല. ഇത് തുടങ്ങിയ കാലം പിന്നെ വേദിയിൽ കരുതാൻ വിശുദ്ധിയും വേർപാടും ഉപദേശവും ഞങ്ങളുടെ സഭയാണ് ശരി, നിങ്ങളുടെ സഭ മുഴുവൻ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ യേശു രണ്ടാമത് വരാൻ പോകുന്നു, 666 എതിർ ക്രിസ്തു വരാൻ പോകുന്നു, നിങ്ങൾ ആ പൗരോഹിത്യ സഭകളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ശരിയാകത്തില്ല. ഇവരെ ഇപ്പം എല്ലായിടത്തും കയറിയിട്ടുണ്ട്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, സറാംപൂർ, എല്ലായിടത്തും ചുറ്റിപ്പറ്റി കയറിയിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം ഒരാളെ അടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇവർ പള്ളിക്കകത്ത് കയറിയാലും ഒരാളെ എങ്ങനെ കൊണ്ടുപോകാം, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ വന്നാൽ ഒരാളെ എങ്ങനെ അടിച്ചുകൊണ്ട് പോകാം, സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഇതിൻ്റെ അകത്ത് വന്നാൽ എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ അടിച്ചുകൊണ്ട് ഇവരുടെ സഭയെ കൊണ്ടുപോയി നാളെ തേണ്ടത് ഞങ്ങളുടെ കൂടെ വന്ന് വിശ്വാസമാണെന്ന്. ഇതായതിൻ്റെ സംഭവം. ഇതറിയാൻ വയ്യാത്ത പാവങ്ങൾ ഇവരെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് എക്യുമിനിസമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. പോട്ടെ, അത് വേറെ വഴിക്ക്. എന്തായാലും ശരി, ഇത് എന്നെ കാണാൻ കുറച്ച് പേരൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ പേര്, ഞാൻ പറഞ്ഞില്ല, കമൻ്റ് ഇടുമ്പം ഒരു അത്യാവശ്യം ഈ സ്റ്റാൻഡേർഡ് കമൻ്റൊക്കെ ഇടണം. നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ഈ മർമ്മം മഹദിയാം ബാബിലോൺ ഇപ്പോൾ കുമ്പനാട്ട് പെന്തിക്കോസുകാരുടെ ആസ്ഥാനത്ത് നിറവേറി. ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എപ്പിസ്കോപ്പൽ സഭകളെല്ലാം വേശ്യയാണെന്നാണ് ഇവർ പറഞ്ഞു വെച്ചത്. മനസ്സിലായോ? മർത്തോമായും CSIയും ഓർത്തഡോക്സും കത്തോലിക്ക, മെയിനായിട്ട് കത്തോലിക്ക സഭ. ഇവർ പറയുന്നത് ഇവിടെയുള്ള എപ്പിസ്കോപ്പൽ സഭകളെല്ലാം തന്നെ പോപ്പിൻ്റെ കീഴിൽ വരുമെന്നും ഏകലോക മതം ഉണ്ടാകുമെന്നും ആ മഹാവേശ്യയാണ് ഇവിടെയുള്ള എപ്പിസ്കോപ്പൽ സഭകൾ, പൗരോഹിത്യ സഭകളെന്നും പൗരോഹിത്യ ബന്ധനമാണെന്നും പുരോഹിതന്മാരെന്നും ദൈവത്തിൻ്റെ ശുശ്രൂഷകരല്ലെന്നും നിങ്ങൾ പള്ളിക്കകത്ത് പോകരുത്, അവരുടെ എല്ലാം കാണാതെ പഠിച്ച പ്രാർത്ഥന എന്നെല്ലാം പറഞ്ഞ നാളുകളായി ദശകങ്ങളായ ആൾക്കാരെ വഞ്ചിച്ച് ദാണ്ട് ഇപ്പം ന്യൂ ജനറേഷൻകാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊട്ടാരക്കരയിലും അടൂരും പിന്നെ കോഴഞ്ചേരിയിലും എല്ലാം എറണാകുളത്തും ഉള്ള ന്യൂ ജനറേഷൻകാരെല്ലാം കൂടെ എല്ലാവരെയും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ തന്നെ ഒരുപാട് പേരാണ് വിളിക്കുന്നത് എപ്പിസ്കോപ്പൽ സഭ. എന്നെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു, മാർത്തോമാക്കാരനാണ്, ഇടവകയൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് ഇപ്പോൾ സ്നാനപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് സ്നാനപ്പെട്ടതല്ലയോ,
പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖമായൊരു മാർത്തോമ പള്ളിയിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, മാർത്തോമയിലെ അച്ഛന്മാർ കേൾക്കുന്നെങ്കിൽ ഇത് കേൾക്കുക, എന്നെ വിളിച്ചു. അദ്ദേഹം പള്ളിയിലെ കൊയറിലുണ്ടാകുന്ന ഏത് പള്ളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണ്. അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അദ്ദേഹം വലിയ എന്ന് വെച്ചാൽ അച്ഛനാകാനിരുന്നതാണ്, അദ്ദേഹത്തിന് അച്ഛനാകാൻ പറ്റിയില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് സ്നാനപ്പെടണം. എന്നോട് ചോദിക്കുക, ഞാൻ തിയോളജി പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എന്നോട് ചോദിക്കുക അതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു സത്യവുമില്ല. എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ ഈ കുഴിക്കകത്ത് പോയി ചാടരുത്. നല്ല വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് പോകാൻ പറഞ്ഞു. ഇങ്ങനെ ഗൾഫിൽ പോകുന്ന ആയിരക്കണക്കിന് മർത്തോമ CSIക്കാരെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുക. ഉത്തരം കൊടുക്കാനില്ലേ? ബാപ്റ്റിസം എന്താണ്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ്? കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്താണ്? ബാപ്റ്റിസം രക്ഷയ്ക്ക് ആവശ്യമാണോ? ഇനി അങ്ങനാണെങ്കിൽ സഭയുടെ കൗതാശികമായി അതിനുള്ള വിശദീകരണം, സാക്രമെൻ്റലായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണ്? ഇത് ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നോട് ഇതിനകത്ത് കമൻറ്റ് ചുമ്മാതെ ആവശ്യമില്ല, ഞങ്ങളിത് പഠിപ്പിക്കുന്നുണ്ടെന്നൊന്നും പറയണ്ട. അനുഭവങ്ങൾ ഇഷ്ടം പോലെ എൻ്റെ മുന്നിലുണ്ട്. എന്നെ ഒരുപാട് പേരാ വിളിക്കുന്നത്. അച്ഛന്മാർ കിടന്ന് ഉറങ്ങുക, ഞങ്ങൾക്ക് അവിടെ തിരക്ക്, ഇവിടെ തിരക്ക്, ആ മീറ്റിംഗ്, ആ മണ്ഡലം, ഈ മണ്ഡലം, മേളത്തെ മണ്ഡലം, താഴത്തെ മണ്ഡലം. നിങ്ങൾ മണ്ഡലത്തിൽ പോയി നടക്കത്തേ ഉള്ളൂ. അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഈ പള്ളിയിലെങ്ങും ആൾ കാണുക. എനിക്ക് തോന്നുന്നുണ്ട് ഈ പള്ളിയിൽ ആൾ കാണുമെന്ന് 50 വർഷം കഴിയുമ്പോൾ. ഇപ്പം തന്നെ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. പിള്ളേരെല്ലാം നിരീശ്വരവാദത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പകുതി പിള്ളേരും നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എസൻസ് പോലെയുള്ള ഗ്രൂപ്പുകൾ, എസൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പള്ളിയിലുള്ളവരെല്ലാം പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈ തീവ്രവാദ വിശ്വാസികളും എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലത്തിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ നിഖ്യയിൽ 1700 വർഷങ്ങൾക്ക് മുൻപേ ഇത് പറയുമ്പം എനിക്ക് തന്നെ ഒരു ആവേശം തോന്നുന്നു. നിഖ്യ വിശ്വാസ പ്രമാണം ഇങ്ങോട്ട് വന്നിട്ട് സർവശക്തനായ ഇങ്ങനെ പറയാനുള്ളതൊന്നും അല്ല നിഖ്യ വിശ്വാസ പ്രമാണം. അതിൻ്റെ ഹിസ്റ്ററി എന്നാണ് അതിപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിക്കണം. അരമണിക്കൂറുള്ളത് മലയാള മനോരമയുടെ വാർത്തയല്ല പ്രസംഗിക്കേണ്ടത്, ഈ ലിറ്റർജിയാണ് പ്രസംഗിക്കേണ്ടത്. ഈ ലിറ്റർജിക്കകത്തെല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ജീവനുള്ളത് സകലമുണ്ട്. ദൈവശാസ്ത്രം ജീവനുള്ളതുണ്ട്. അല്ല ചുമ്മാ കുറേ ഉപദേശിമാരെഴുതിയ കുറേ പാട്ടും പാടിയിട്ട് കാര്യമൊന്നുമില്ല. കൈയടിച്ച് കുറേ പാട്ട് പാടും. ഞാനൊരു പാട്ടുകാരനാണ്, പാട്ട് പാടുന്ന ആളാണ്, വർഷിപ്പ് ലീഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നും വേണ്ടി വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം, ഇതെല്ലാം വൈകാരികമായി ജനങ്ങളെ ഇളക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ഹിപ്നോസിസ് ആണ്, ഹിപ്നോട്ടിക് തെറാപ്പികൾ യൂസ് ചെയ്യുകയാണ്, മെസ്മറിസമാണ്, മാസ് ഹിസ്റ്റീരിയാണ്. ആളുകൾ ഈ ന്യൂ ജനറേഷൻ കൂട്ടങ്ങളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിഥ്യാവിശ്വാസ പ്രമാണം വേണ്ട, കർത്താവിൻ്റെ പ്രാർത്ഥന വേണ്ട, പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി എന്നുള്ള സത്യവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം വേണ്ട, നല്ല കൃത്യമായ ലിറ്റർജി വേണ്ട. ഓറിയൻ്റൽ ഓർത്തഡോക്സിയുടെ ലിറ്റർജി, ഓറിയൻ്റൽ ഓർത്തഡോക്സ് തിയോളജി പ്യുവർ ലിറ്റർജിയാണ്. കത്തോലിക്ക സഭയുടെ പോപ്പ് വരെ പറഞ്ഞിരിക്കുന്നു, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ പറഞ്ഞ ഫിലക്, പരിശുദ്ധാത്മാവ് എവിടെ നിന്നാണ് വരുന്നത്? പിതാവിൽ നിന്നും പുറപ്പെടുന്നവൻ, പിതാവിൽ നിന്നും പുറപ്പെട്ട പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്നും പുറപ്പെട്ട കത്തോലിക്ക സഭയുടെ പോപ്പ് വരെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് തിയോളജിയെ അംഗീകരിച്ച് അറ്റസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം തുർക്കിയിൽ നിഖ്യാവിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞപ്പോൾ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ നിഖ്യാവിശ്വാസ പ്രമാണമാണ് കത്തോലിക്ക സഭയുടെ പോപ്പ് പറഞ്ഞത്. അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഇന്ന് ചൊല്ലുന്ന പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന കത്തോലിക്ക സഭ ഇന്നുവരെ ചൊല്ലിക്കൊണ്ടിരുന്ന നിഖ്യാവിശ്വാസ പ്രമാണമല്ല. കഴിഞ്ഞ ദിവസം 1700 വർഷങ്ങൾ ഉള്ള നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ അനുസ്മരണം തുർക്കിയിൽ നടന്നപ്പോൾ പോപ്പ് ഔദ്യോഗികമായിട്ട് ഇറക്കി. പോപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ ഇറക്കി. അങ്ങനെയാണെങ്കിൽ ഓറിയൻ്റൽ തിയോളജി അല്ലെങ്കിൽ ഈസ്റ്റേൺ തിയോളജി എത്ര കൃത്യമാണ്. അതിവിടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കുറേ കൊച്ചു പുസ്തകം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലോട്ട് തന്നു കഴിയുമ്പോൾ പേടിക്കുകയാണ്. എനിക്ക് പണ്ടൊരു പുസ്തകം കിട്ടി, ഒരു ലെറ്റർ കിട്ടി, വലിയ തിരുമേനി സ്നാനപ്പെട്ടു. ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്, തപ്പിയെടുക്കണം. വലിയ തിരുമേനി സ്നാനപ്പെട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് നോക്കിയപ്പം ഞാൻ ഓർത്ത്, ഇനി വലിയ തിരുമേനി എന്ന് പറയുമ്പോൾ ഈ ക്രിസോസ്റ്റം തിരുമേനി എങ്ങാനും കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വെള്ളത്തിൽ രണ്ടാമത് കണ്ട് ഈ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ വെള്ളത്തിൽ മുങ്ങണമല്ലോ. ഞാൻ നോക്കിയപ്പോൾ അത് വലിയ തിരുമേനി എന്ന് ഉദ്ദേശിച്ചത് യേശുവിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഓരോ ടൈറ്റിൽ കൊടുക്കുക, വലിയ തിരുമേനി സ്നാനപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ അത് കുറേ പേരുടെ പേരൊക്കെ കൂടെ, കുറേ അച്ഛന്മാർ സ്നാനപ്പെട്ടു, കുമ്പനായിട്ടുള്ള ആ അച്ഛൻ പണ്ടത്തെ കാര്യം. കത്തോലിക്കയിലെ ഈ അച്ഛൻ പോയി, ആ അച്ഛൻ പോയി, ഈ അച്ഛൻ പോയി. കുറേ ഇപ്പോൾ CSI എന്നൊരച്ഛൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഞാൻ കണ്ടു,
പുള്ളി ഇപ്പോൾ കോട്ടയത്ത് സഭയുണ്ടാക്കി. CSIക്കാരൻ ഒരച്ഛൻ, അതും 10-60 വയസ്സായി, എനിക്കൊന്ന് റിട്ടയർ ആകാൻ പ്രായമായി. പുള്ളി പറയാം, ഞാൻ സത്യം അറിഞ്ഞെന്ന്. ഇതിനകത്ത് കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. CSI, ഞാൻ സത്യം അറിഞ്ഞു. എന്തുവാ? ദൈവം എന്നോട് പറഞ്ഞു, നീ ഏറ്റ സ്നാനം, CSIയിലെ സ്നാനം ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങാൻ പോകാൻ. ഈ അച്ഛൻ സ്നാനപ്പെട്ടത് എന്തോ നാണക്കേട്. ഈ അച്ഛനും തിയോളജി പഠിച്ചിട്ടില്ല. എവിടെയാണ് BD ഒക്കെ പഠിച്ചിട്ട് എന്ത് ഗുണമാണ്? BD പഠിച്ചു, AD പഠിച്ചു, MTH പഠിച്ചു, DTH പഠിച്ചു, എന്ത് ഗുണമാണ് അച്ഛന്മാരെന്ന്? ഇത് ഞാൻ ഈ പറയുന്ന കള്ളത്തരമല്ല, നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്ക്. CSIയിലെ ഒരു അച്ഛൻ സ്നാനപ്പെട്ടു, സീനിയർ ഒരു അച്ഛനാണ്. അപ്പോൾ ഈ പൈസ ഇല്ലാത്ത അച്ഛനൊന്നും അല്ല. അദ്ദേഹം സ്നാനപ്പെട്ടിട്ട് കോട്ടയത്ത് സഭ ഉണ്ടാക്കിയിരിക്കുന്നു. കോട്ടയത്ത് CSIയുടെ മധ്യ കേരള ആസ്ഥാനത്ത് പുള്ളി സഭ ഉണ്ടാക്കിയിരിക്കും. പുള്ളി സത്യം അറിഞ്ഞെന്ന്. എന്നാ സത്യമായി പുള്ളി അറിഞ്ഞേ? ഇപ്പോഴും പുള്ളി പറയുന്ന അച്ഛൻ എന്നാ സത്യം അറിഞ്ഞു? അയ്യോ, പുള്ളി സത്യം അറിഞ്ഞു, സ്നാനപ്പെടണം. ഭയങ്കര സത്യമല്ലേ? ഭയങ്കര സത്യമാണ്. ഇവർ ചിന്തിക്കുകയാണ് ഈ സ്നാനപ്പെട്ടിൽ ഈ നരകത്തിൽ പോകുന്നെല്ലാം പഠിപ്പിച്ച്, നരകം ഉണ്ടെന്നും വലിയ എല്ലാ കുന്തം ഉണ്ടെന്നും ഒക്കെ പഠിപ്പിച്ച് ഇവരെ ആളുകളെ ഇങ്ങനെ കട്ടാൻ റൈറ്റായിട്ട് പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അയ്യോ പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ദൈവമക്കളെ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി ഈ സോഷ്യോളജി ഒന്നും അല്ല ഞായറാഴ്ച പറയേണ്ടത്. സോഷ്യോളജിയും ഇക്കോളജിയും ഒന്നും അല്ല. ഇതെല്ലാം ഞാനും പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ സോഷ്യോളജി പഠിപ്പിക്കുന്നുണ്ട്. ഇക്കോളജിയുടെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഒരു പരിസ്ഥിതി ദൈവശാസ്ത്ര സംബന്ധമായ ഒരു പുസ്തകവും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആമസോണിൽ ഉൾപ്പെടെ അവൈലബിളാണ്. പക്ഷേ ഞായറാഴ്ച പ്രസംഗിക്കേണ്ടത് പരിസ്ഥിതിയൊന്നുമല്ല, സോഷ്യോളജിയുമല്ല, അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ സയൻസുമല്ല, പോസ്റ്റ് കൊളോണിയലിസവും അല്ല, പോസ്റ്റ് മോഡേണിസവും അല്ല, പോസ്റ്റ് ട്രൂത്തും അല്ല. പോസ്റ്റ് ട്രൂത്ത് പ്രസംഗിക്കുക. കാരണം ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അടിച്ചു മാറ്റിയുണ്ട്. എന്തു പേരാണെന്നറിയോ ഒഴുകുന്നത്? എൻ്റെ വിഷമം കൊണ്ട് ഞാനങ്ങ് പറയുക. അപ്പോൾ ആൾക്കാർ ഒഴുകുക, നിങ്ങൾക്ക് അറിയുന്നില്ല. എനിക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട് പല പള്ളികളിൽ നിന്നും. ഞാൻ ചോദിക്കും, നിങ്ങൾ ഏത് ഇടവക? ഞാൻ ചോദിക്കുമ്പം നമ്മുടെ സമീപത്തുള്ള പല ഇടവകളിൽ നിന്നും. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും, കുറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇതിനെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു കണക്കെടുത്ത് നോക്കുക, ഒരു ഡാറ്റ എടുത്ത് നോക്കുക. ഒരു പള്ളിയിൽ നിന്ന് എത്ര പേര് ആ സഭ വിട്ടുപോയി പല കാരണങ്ങളാൽ. അച്ഛാ, ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥമൊന്നും നീ കൂടുതൽ അറിയണ്ട. ഒരു വാക്യത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, റിലീജിയസ് കോണ്ടെക്സ്റ്റ്, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഗ്രാമാറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഇത്രയും പറഞ്ഞു കൊടുക്കും. റാഷണലായ ഒരു ആൻസർ കൊടുത്താൽ ആൾ പള്ളിയിൽ നിൽക്കും. അല്ലെങ്കിൽ അവരിങ്ങനെ ഇടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം പോയി, അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി എല്ലാം പോയി. കോഴഞ്ചേരിയിലെ ഒരു ഇൻഡിപെൻഡൻ്റ് വലിയ ന്യൂ ജനറേഷൻ സഭ ഞായറാഴ്ച പോയി നോക്കും. ഇഷ്ടംപോലെ ആളാണ്. എവിടുന്ന ഇത്രയും ആൾക്കാർ വരുന്നത്? അമ്മാവന്മാരെ എല്ലാം ഇങ്ങനെ, ആൻറ്റിമാരെല്ലാം ഇങ്ങനെ വരിക, അച്ചായന്മാരെ എല്ലാം വലിച്ചു അവിടെ വലിയ പാട്ടും ഡാൻസും പരിപാടികളൊക്കെ. അപ്പോൾ അതിന് ബദലായിട്ട് തുടങ്ങിയതാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം. അതിപ്പോൾ അതിനേക്കാളും വലിയ അപകടത്തിലായിരിക്കുക. ഇപ്പോൾ ഈ കാത്തലിക് ചർച്ചിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനം അപകടത്തിലാണ്. കാരണം അവരുടെ ഇടയിൽ തന്നെ ഡോക്ടറിനലി ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് കത്തോലിക്ക സഭയുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് ഓരോ ദിവസവും പുതിയ ഉപദേശം കത്തോലിക്കരുടെ ഇടയിൽ തന്നെ ഈ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളിൽ പുതിയ പാരാലിറ്റർജികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പോപ്പൊക്കെ പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നു? എനിക്ക് രസകരമായി തോന്നി, ഒരാൾ പണ്ട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു. എവിടുന്ന്? സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഒരു സഭയുടെ ഓവർസിയർ പറഞ്ഞ ഒരിടത്ത് ഞാൻ കേട്ടതാണ്. അതായത് ആ ചർച്ചിൻ്റെ ഹെഡ് മേലിരിക്കുന്ന ആളായി ഓവർസിയർ എന്ന്. അദ്ദേഹം പറയാം, ഞാൻ കർത്താവ് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. എവിടെ? അപ്പം ഞാനോ തിനിയും വല്ലോ ഹിന്ദു ആയിരുന്നു, അങ്ങനെ വല്ല. അദ്ദേഹം പറയും, ഞാൻ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ അവിടെ രക്ഷിക്കപ്പെട്ടെന്ന് തോന്നുന്നു. അവിടെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെട്ടു. നീ അവിടെ നിൽക്കാൻ പാടില്ല, കാരണം അത് സത്യസഭയല്ല, ഇങ്ങോട്ട് വരണം. ഇതൊക്കെ ചുമ്മാതാണ്, ഇത് തോന്നല്ലേ, ഇത് ചുമ്മാ എന്തോ തലയ്ക്കകത്ത് തോന്നിയതാണ്. അല്ലാതെ കർത്താവിന് ഈ പറഞ്ഞ പരിപാടിയല്ലേ ഓരോരുത്തരും ഓരോ സഭയെ നടിച്ചുകൊണ്ട് പോവുക. സത്യവിശ്വാസം ഏറ്റു പറയുന്ന എല്ലാ സഭ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി പറയുന്ന, നിഖ്യാവിശ്വാസ പ്രമാണം പറയുന്ന, കർത്താവിൻ്റെ പ്രാർത്ഥന പറയുന്ന, ആദിമസഭയുടെ ലിറ്റർജി ഫോളോ ചെയ്യുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്. നിഖ്യാവിശ്വാസ പ്രമാണം എല്ലാ സഭകളും ഏറ്റു പറയുന്നുണ്ട്. കത്തോലിക്ക സഭ മുതൽ, അതായത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളായിട്ടുള്ള ലൂതറൻ സഭയും മെത്തഡിസ്റ്റുകാരും ലൂതറൻകാരും അതുപോലെ പ്രസ്ബിറ്റേറിയൻകാരും
എന്തിനു പറയുന്ന, അമേരിക്കയിലൊക്കെ ബാപ്റ്റിസ്റ്റ് സഭകൾ വരെ ഏറ്റു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സഭകളും ഇത് ഞായറാഴ്ച വിശ്വസിക്കുന്നതല്ല, ഏറ്റു പറയുന്ന സഭകളെല്ലാം സത്യസഭകളല്ല. ഇത് ഏറ്റു പറയാത്ത സഭകൾ സത്യസഭകളല്ല. അത് ചുമ്മാ അതൊരു പ്രാർത്ഥനാ കൂട്ടം എന്ന് വേണേൽ പറയാം. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടുന്നതുകൊണ്ട് പ്രാർത്ഥന, ഒരു പ്രയർ ഗ്രൂപ്പ് എന്നുള്ളത് സഭയല്ല. സഭയ്ക്ക് സഭയുടേതായ ഒരു ചരിത്രം, അതിനുള്ള ഒരു ജീനിയോളജി ഉണ്ട്, അതിനുള്ളൊരു സക്സഷൻ, അപ്പോസ്തോലിക് സക്സഷൻ, അപ്പോസ്തോലിക പിന്തുടർച്ച അവകാശമുള്ളതാണ് സഭ. ഇത് അപ്പൻ ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇപ്പം ഫാദർലെസ് എന്നൊക്കെ നമ്മൾ പറയും, അറിയത്തില്ല എന്ന് പറയുമ്പം അവിടെ ഫാദറിൻ്റെ പേരെഴുതാനില്ല. അതിങ്ങനെ സഭയാകുന്നു. അപ്പം അവരെ അങ്ങ് പൊക്കുക ചിലർ, ഉണർവ് കയറിയിട്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കാത്തലിക് ബിഷപ്പുമാർ ഇങ്ങനെയുള്ള സഭകളെ പൊക്കുന്നതാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവരെന്തോ ഭയങ്കര സംഭവമാണെന്ന്. കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട ചില തിരുമേനിമാർ, ബിഷപ്പുമാർ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഞാൻ കണ്ടതാണ്. അവരുടെ പ്രസംഗങ്ങളിൽ ഈ പെന്തക്കോസ്ത ഉണർവുകാരെ അങ്ങ് പൊക്കുക. അവരെന്തോ ഭയങ്കര കാര്യം ചെയ്തു, യേശുവിന് വേണ്ടി അവർ മരിക്കാൻ തയ്യാറായി. ചുമ്മാ യേശുവിന് വേണ്ടി ഒന്നുമല്ല, ഇത് ആൾക്കാരെ പിടിക്കാനുള്ള സഭകളാണ്. സകല സഭകളും അപ്പോസ്തോലിക അടിസ്ഥാനത്തിലുള്ള സഭകളാണ് പെന്തക്കോസ്ത് സഭകൾ, ഒരിക്കലും അല്ല. പ്രായപൂർത്തി സ്നാനം അപ്പോൾ പെന്തക്കോസ്ത് സഭകൾ അപ്പോസ്തോലിക സഭകളല്ല, യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ അകത്ത് കമൻറ്റ് കണ്ടുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ ചുമ്മാ ഇതൊന്നും വന്ന് ഇവിടെ പറയാതെ, ഇത് ഒരു കാര്യമില്ലാത്ത കാര്യം. പെന്തക്കോസ്ത് സഭകൾ അപ്പോസ്തോലിക സഭകളല്ല. അപ്പോസ്തോലിക് സക്സഷൻ ഇല്ലാത്ത അപ്പൻ ആരാണെന്ന് അറിയണം. അമേരിക്കയിലെ വില്യം ജെ സെയ്മൂർ ഉണ്ടാക്കിയ പെന്തക്കോസ്ത് സഭയല്ല. അമേരിക്കയിലെ തെരുവ് സഭയാണ്, തെരുവ് സഭ. അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റിലുണ്ടായ ആഫ്രിക്കൻ കൾട്ടാണ്. ആഫ്രിക്കൻ ട്രൈബൽ കൾട്ടാണ്. അമേരിക്കയിലെ തെരുവിലുണ്ടായ ആഫ്രിക്കൻ കൾട്ടിനെ ഒരു അച്ചായൻ പറഞ്ഞിരിക്കുകയാണ്, പെന്തക്കോസ്ത് സഭകൾ അപ്പോസ്തോലിക ആഫ്രിക്കൻ കൾട്ടാണ് ചായ, ആഫ്രിക്കൻ കൾട്ട്. നിങ്ങൾ ഈ ചുമ്മാ ഇവിടെ ഒന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഫ്രിക്കൻ കൾട്ട്, ആദിവാസി കൾട്ടാണ് പെന്തക്കോസ്തുകാർ. അതിവിടെ വന്നിട്ട് കമൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പഠിക്കുക. സഭാചരിത്രം, സഭാപിതാക്കന്മാർ, പാട്രിസ്റ്റിക് ഹിസ്റ്ററി, സൈക്കോളജി, മതങ്ങൾ എങ്ങനെ ഉണ്ടായി, റിലീജിയൻസ് എങ്ങനെ ഉണ്ടായി, ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. അല്ലാതെ പെന്തക്കോസ്ത് സഭകൾ ഒരു കാരണവശാലും അപ്പോസ്തോലിക സഭകളല്ല. അപ്പൻ്റെ പേരെഴുതാൻ പറ്റണം. വില്യം ജെ സെയ്മൂർ ഉണ്ടാക്കിയത് എങ്ങനെയാണ് സഭയാന്ന്. വില്യം ജെ സെയ്മൂർ ആരാണ്? നിങ്ങൾ പോയി പഠിച്ചു നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കുക, ആരാണ് വില്യം ജെ സെയ്മൂർ. വ്യാജമാണ്, ഫേക്കാണ്, ഇതൊന്നും സഭയല്ല. ഫേക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ചായ, ഫേക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഓരോ പ്രാവശ്യവും പറയും കേരളത്തിൽ ഇന്ന ഫേക്ക് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലൊരു ഫേക്ക് യൂണിവേഴ്സിറ്റിയാണ് കുമ്പനാട്, മുളക്കഴ, പുനലൂര്, തിരുവല്ല എല്ലാ ആസ്ഥാനമായ ഫേക്ക് സഭകളാണ് നിങ്ങളുടേത്. നിങ്ങൾ എത്ര കിടന്നലച്ചാലും നിങ്ങളുടെ കുമ്പനാട്ട് ഇപ്പോൾ നടക്കുന്ന കുമ്പനാട് മഹാമഹം നിങ്ങൾ പോയി കാണുക. ഈ വർഗീസ് അച്ചായൻ ഒന്ന് പോയി കുമ്പനാട് വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ പിതാമഹൻ എഴുതിയ പുസ്തകം മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന അടിസ്ഥാനമില്ലാത്ത എപ്പിസ്കോപ്പൽ സഭകളെ ചീത്ത വിളിക്കുന്ന, കത്തോലിക്ക സഭയെയും ഇവിടുത്തെ മാർത്തോമക്കാരനെയും CSIക്കാരനെയും ചീത്ത വിളിക്കുന്ന പുസ്തകം എഴുതി നിങ്ങളെല്ലാം തല്ല് നടത്തുകയാണ്. അച്ചായനോട് അവിടെ പോയിട്ട് അവരുടെ കൂടെ ഞാൻ നടി അല്ല, ഇവിടെ ഒന്നും കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അച്ഛന്മാരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ജാഗരൂകരായേ പറ്റൂ. നിങ്ങൾ ഏർന്ന് ഉറങ്ങിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ഞാൻ പറയും. നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വിളിക്കുന്ന ചീത്ത ഞാനങ്ങ് സഹിച്ചോളാം. എനിക്ക് അച്ഛന്മാരോട് ബഹുമാനമുണ്ട്. കാരണം അപ്പോസ്തോലിക കൈവപ്പ് ലഭിച്ച പൗരോഹിത്യത്തെ അപമാനിക്കുകയും അവരെ കളിയാക്കുകയും അവരുടെ സഭകളെ എല്ലാം തെരുവുകളിൽ ലഘുലേഖ വിതരണം ചെയ്ത് കളിയാക്കി, മൂറോൻ തൈലത്തെ കളിയാക്കി, സ്നാനത്തെ കളിയാക്കി, എല്ലാത്തിനെയും കളിയാക്കി, ലിറ്റർജിയെ കളിയാക്കി. ഇതാണ് ലിറ്റർജി. ഓരോ സഭകൾക്കുണ്ട് ലിറ്റർജി. കത്തോലിക്ക സഭ മുതൽ ഇവിടെയുള്ള എല്ലാ സഭകൾക്കും ലിറ്റർജി ഉണ്ട്. എല്ലാ 1700 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് നിഖ്യാവിശ്വാസ പ്രമാണം. തുർക്കിയിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഉൾപ്പെടെ സകല പരമാധ്യക്ഷന്മാരും അവിടെ കൂടി ആ തുർക്കിയിൽ അന്ന് നിഖ്യയിൽ നടന്ന സുന്നഹോസ് നടന്ന ആ സ്ഥലത്ത്, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് ഈ സഭയ്ക്കൊരു ചരിത്രപരമായ പിന്തുടർച്ചയുണ്ട്. അല്ലാതെ KK വർഗീസ് അച്ചായൻ പറയുന്ന പോലെ ചുമ്മാ അങ്ങ് പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല. ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ? നാളെ ഒരു കോളേജ് ഉണ്ടാക്കി, ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ട് അത് യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആവോ? യൂണിവേഴ്സിറ്റി ആണെങ്കിൽ UGCയുടെ അംഗീകാരം വേണം.
അത്യാവശ്യം റാങ്കിങ് കിട്ടണമെങ്കിൽ നാക്കിൻ്റെ അംഗീകാരം വേണം, നാഷണൽ അക്രഡിറ്റേഷൻ ആവശ്യമാണ്, UGCയുടെ അംഗീകാരം ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ യാതൊരു അംഗീകാരവുമില്ലാത്ത എല്ലാ തട്ടുപൊളിപ്പൻ തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളും കുമ്പനാടും മുളക്കഴിയിലും സകല മൂലകളിലും ഓരോ കടയിട്ടുകൊണ്ട് എൻ്റെ കട ശരിയാണെന്നും പറഞ്ഞാൽ നടക്കുകയല്ല. ഇവിടെയുള്ള എപ്പിസ്കോപ്പൽ സഭകളെല്ലാം മഹാവേശ്യയാണെന്ന് പറഞ്ഞിറക്കിയൊരു പുസ്തകമാണ് മർമ്മം മഹദിയാം ബാബിലോൺ. എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ പുസ്തകം. അത് ഞാൻ ഈ തെളിവിന് വേണ്ടി എൻ്റെ കൈവച്ചിരിക്കുക, എല്ലായിടത്തും ഞാൻ ദൂരെ കളഞ്ഞേനെ. അതെനിക്ക് ആവശ്യം എന്ന് വെച്ചാൽ നോക്കാൻ, പല കാര്യങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ ആൾക്കാർ ചോദിക്കും, പറയണ്ടേ, അതുകൊണ്ട് വെച്ചിരിക്കുക. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല. ഇത് നമ്മളെല്ലാം പിന്നെ ആരാ പറയണ്ടേ? അപ്പം അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ എൻ്റെ വാക്കുകളിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഞാൻ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. അതിൻ്റെ അകത്തിപ്പം ആരോടും വേല സോപ്പിട്ടുള്ള പ്രതികരണമൊന്നും നമുക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.